കഥയുടെ തുടക്കത്തിൽ തന്നെ ജില്ലയിലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ജെറി അവന്റെ ഗേൾഫ്രണ്ടിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടപ്പുറത്തുള്ളൊരു പയ്യൻ വന്ന് അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുകയും അവർ അവനെ ഫോളോ ചെയ്ത് പോയി പിടിക്കുകയും ചെയ്യും. എന്നാൽ ആ പയ്യനെ പിടിച്ചടിക്കുന്നത് കണ്ട് അവന്റെ കൂട്ടുകാരും കടപ്പുറത്തുള്ള ആളുകളും വന്ന് ജെറിയെയും കൂട്ടുകാരെയും അവിടെ നിന്ന് അടിച്ചോടിക്കും. എന്നാൽ ആ പയ്യൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഉള്ള ഫോൺ തന്റെ മറ്റൊരു ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുക്കും. ജെറി ഉടനെ തന്നെ പാർട്ടിയിലെ മറ്റ് ഗുണ്ടകളെ വിളിച്ച് ഈ കാര്യം പറയും. അങ്ങനെ രാത്രി ആ കടപ്പുറത്തുള്ള കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണ്ടകൾ അവരുടെ വീടിന് നേരെ ബോംബെറിയുകയും അങ്ങോട്ടേക്ക് കയറി അവരെ വെട്ടിക്കൊല്ലുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റലിൽ രക്തദാനം ചെയ്യുകയായിരുന്ന പാർട്ടി സെക്രട്ടറി തന്റെ മകന്റെ അടുത്ത് വന്നു, നിന്റെ ഈ തെണ്ടിത്തരമൊന്നും ഇവിടെ നടക്കില്ല, മര്യാദയ്ക്ക് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പറയും. എന്നിട്ട് ആ കുട്ടികളെ കൊന്ന ഗുണ്ടകളുടെ അടുത്ത് വന്ന് പറയും, എല്ലാം ഞാൻ ശരിയാക്കാം, തൽക്കാലം നിങ്ങൾ ഒളിവിൽ പോകാൻ പറയും. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ജെറിയെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കും. ഇതേ സമയം നാൻസി എന്നൊരു പെൺകുട്ടിയും അവളുടെ വയ്യാത്ത അമ്മയും UAE നിന്ന് നാട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവരുടെ ആംബുലൻസിനെ ഒരു കാറ് പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നാൽ നാൻസിയുടെ കൂടെ